നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ കുറ്റസമ്മതം നടത്തി പ്രതി സജിയെ പിടികൂടിയത് ഡ്രോൺ നിരീക്ഷണത്തിനിടെ. അമ്മയും സഹോദരനെയും കൊന്നു കുഴിച്ചു മൂടിയത് താൻ തന്നെയെന്ന നെടുങ്കണ്ടത്തെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജിയുടെ കുറ്റസമ്മതം. കൂടുതൽ ചോദ്യം ചെയ്യൽ വേണമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ആ വീട്ടുവളപ്പിൽ നിന്നും കിട്ടിയ മൃതദേഹങ്ങളുടെ DNA പരിശോധനാ ഫലം അത് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്താണെങ്കിലും ഇന്ന് അയാളെ പിടികൂടി. അയാൾ ഞാൻ തന്നെയാണ് ചെയ്തത്, എല്ലാം മതിയായി എന്നൊക്കെ പറഞ്ഞാണ് അയാൾ പിടികൊടുത്തത് എന്നുള്ളതാണ് എന്തായാലും പോലീസ് പറയുന്നത്. പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഇതിനകത്ത് സംബന്ധിച്ചൊരു ഐ വിറ്റ്നസ് ഇല്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വളരെ എവിഡൻസ് എടുക്കാനുണ്ട്, സയൻറ്റിഫിക് എവിഡൻസ് വളരെ എടുക്കാനുണ്ട്. ഈ പറയുന്ന വെർഷൻ 100% നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും രാത്രി ഇൻട്രോഗേഷൻ കണ്ടിന്യൂ ചെയ്യും. നിലവിലുള്ള മോട്ടീവ് വെച്ചിട്ട് വസ്തുവിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. പിന്നെ ഇയാളുടെ ബ്രദർ എപ്പോഴും ഇയാൾ ഹരാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അമ്മയുടെ മകനല്ല, ഈ അപ്പൻ്റെ മകനല്ല, വേറെ ഏതോ അപ്പൻ്റെ മകനാണെന്നുള്ള ലെവലിൽ ഹരാസ് ചെയ്യാറുണ്ട്. വസ്തുവിനെ സംബന്ധിച്ച് പ്രോബ്ലങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ല, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാവരും കൾമിനേഷനാണ് ഇതെന്നാണ് അവൻ നിലവിൽ പറഞ്ഞേക്കുന്നത്. മോട്ടീവിനെ സംബന്ധിച്ച് വിശദമായിട്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതുവരെ നിലവിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി ഫർദറായിട്ട് ഇൻട്രോഗേഷൻ നടത്തിയെടുക്കാനേ പറ്റുള്ളൂ. ആ തോട്ടുവക്കടയിലെ വീടിന് പിന്നിലെ ഒരു മലയിൽ അവിടെ ഒളിച്ചു താമസിക്കുകയായിരുന്നു സജി. നാട്ടുകാരൊക്കെ തെരച്ചിൽ നടത്തുന്നതിനിടെ ഈ പ്രതി സമീപത്തുള്ള കടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു എന്നാണ് വിവരം. തെറ്റുപറ്റിപ്പോയി, ഞാൻ കീഴടങ്ങുന്നു എന്ന് സജിയ നാട്ടുകാരോട് പറഞ്ഞു അത്രേ. പിന്നീട് നാട്ടുകാർ വിവരമറിയിച്ചാണ് പോലീസ് സ്ഥലത്തെത്തി അയാളെ പിടികൂടിയത്. ഒറ്റക്ക് വടക്കെന്ന് പറഞ്ഞ അപ്പൊ കിട്ടി ഓടിവാ നോട്ടാ ചേട്ടാ കിട്ടി അത് നമ്മള് പോകുന്നിട്ടോ. ആരെ പിടിച്ചു തന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി സ്വയം കടയിലേക്ക് വരുന്നത്. അത് ഞങ്ങളെ പരിശോധിച്ച ഞങ്ങൾ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പുള്ളി ഇറങ്ങി വന്നത് ആ ഭാഗത്തും തന്നെ പുള്ളി അവിടെ ഒരു കടയിലേക്ക് ഇറങ്ങി വന്നിട്ട് എനിക്ക് അബദ്ധം തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ കീഴടങ്ങാണെന്ന് പറഞ്ഞു. ആ കടയിൽ ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി കുറ്റസമ്മതം നിലവിൽ അവിടെ നടത്തി. അങ്ങനെയാണ് പോലീസ് തൊട്ടടുത്തുണ്ടായിരുന്നു. പോലീസ് ഓടി വന്നു. പോലീസ് നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പോലീസ് സംഘം ആ വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ തന്നെ ഇയാൾ അവിടെ കടന്നു കളഞ്ഞതാണ്. അങ്ങനെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഒടുവിൽ ചൊവ്വാഴ്ച, അതായത് 12 മണിയോട് കൂടിയാണ് സജിയെ ആ സമീപത്തെ കടയിൽ നിന്നും പിടികൂടുന്നത്. വീടിന് പിന്നിലെ മലനിരകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അയാൾ പറയുന്നത്. ഈ പിടിക്കപ്പെടുമ്പോൾ കൈപ്പത്തിയിൽ ഒരു പൊട്ടലുണ്ടായിരുന്നു. ശുചിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞതെങ്കിലും ഈ കൊലപാതകത്തിന്റെ സമയത്ത് ഉണ്ടായ പരിക്കാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അതിന്റെ യഥാർത്ഥ കാരണവും വിവരങ്ങളുമൊക്കെ തിരിച്ചറിയാൻ കഴിയൂ. മാത്രമല്ല, പിതാവിന്റെ തിരോധാനത്തിലെ ദുരൂഹതയും നീക്കാൻ പോലീസിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു പരാതി സഹോദരി നൽകുമെന്നാണ് കരുതുന്നത്. കാരണം അവളെയും അത്രമാത്രം ഇവർ ഉപദ്രവിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.